ഹലോ, എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സ്റ്റാർട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. വളരെ സങ്കടത്തോട് കൂടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ എന്തായാലും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ഈ ഒരു ന്യൂസ് അറിഞ്ഞിട്ടുണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. നമുക്ക് ആദ്യം തന്നെ ഒരു ഡീപ്പ് കണ്ടോളൻസസ് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. ഇപ്പം 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ആ വീഡിയോ എന്തായാലും ഞാൻ താഴത്ത് വെക്കാം. ആ വീഡിയോയില് ഈ സ്ത്രീ എനിക്ക് തോന്നുന്നു ഇതിനു മുന്നേ ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് സ്റ്റഡി ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത്, നമ്മുടെ നാട്ടിൽ കള്ളങ്ങൾ മാത്രം പറഞ്ഞു നടക്കുന്ന മുഹമ്മദ് ജാസിൽ എന്ന് പറയുന്ന ഒരു മലപ്പുറം കുറ്റിപ്പുറംകാരനുണ്ട്. അവൻ ചെയ്യുന്ന ചെയ്ത്തുകളെയൊക്കെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച ഒരു വ്യക്തിയാണ് ഈ സ്ത്രീ എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ അത്രയൊക്കെ നിലവാരം മാത്രമേ നമ്മൾ ഈ സ്ത്രീയിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. സ്ത്രീ എന്ന് വിളിക്കാൻ പറ്റും ഇവരെ, അല്ലേ? അത് ബാക്കിയുള്ള എല്ലാവർക്കും അപമാനമല്ലേ ഇവളെയൊക്കെ സ്ത്രീ എന്ന് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്താ ഇവളെ വിളിക്കേണ്ടത്? നമ്മൾ ബസ് കയറി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം തന്നെ പറയാം, ഈ പറയുന്ന പോലെ മോശമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ നേരിടുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാവരും, സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഉണ്ടാവാം. ഈ ഒരു പ്രാവശ്യം ഒരു കാര്യം ട്രെൻഡായി കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ട്രെൻഡിന് പിന്നാലെ പോവുക എന്നുള്ളത് മനുഷ്യ സഹജമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ ട്രെൻഡിന് പിന്നാലെ പോയിട്ട് അത് അവസാനിക്കുന്നത് ഒരാളുടെ ജീവനിലായി കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയട്ടെ. കഴിഞ്ഞ ദിവസം ഒരു കുട്ടി വന്ന ഒരു വീഡിയോ ഇട്ടു, ഇങ്ങനെയാണെന്നുള്ളത്. അതിൽ ആ കുട്ടിയുടെ ഭാഗങ്ങൾ നമ്മൾ കേട്ടതാണ്. ഈ പറയുന്നത് പോലെ ബ്ലർ ചെയ്തിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇട്ടു. ചിലപ്പോൾ അങ്ങനെ നമ്മൾ പറഞ്ഞത് കൊണ്ടാവാം, ബ്ലർ ചെയ്ത് ഫോട്ടോസ് ഇടാൻ പാടില്ല എന്ന് പറഞ്ഞത് കൊണ്ടാവാം. ഇനി ഞാൻ എൻ്റെ നാടകത്തിൽ ഈ സ്ത്രീയുടെ പേരെന്തായിരുന്നു, ഇവളുടെ പേരെന്തായിരുന്നു, ഒരൊറ്റ സെക്കൻഡ്, ഇവളുടെ പേര് ഷിംജിത എന്നാണ് ആളുടെ പേര്. ഈ ഷിംജിത ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും കഴിഞ്ഞ ആ കുട്ടിക്ക് ബ്ലറാക്കിയത് കൊണ്ട് കുറച്ച് നെഗറ്റീവ് വന്നിട്ടുണ്ട്, അപ്പൊ ഞാൻ അവതരിപ്പിക്കുന്ന നാടകത്തിൽ ഉള്ള ആളുടെ ഫേസ് അങ്ങ് കാണിച്ചിട്ട് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് ഒരു പുരസ്കാരം അങ്ങ് വാങ്ങിയേക്കാം എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഷിംജിത ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളത്. നല്ലൊരു പുരസ്കാരം തന്നെ നീ നേടിയെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ വീഡിയോയിൽ കാണുന്ന വ്യക്തി ഉണ്ടല്ലോ, ദീപക് എന്നാണ് ആളുടെ പേര്, ആ വ്യക്തി ആത്മഹത്യ ചെയ്തു. ഷിംജിത വളരെ സന്തോഷവതിയായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആളുടെ ഒരു വിശദീകരണം, ഈ പറയുന്ന പോലെ ആളുടെ വീഡിയോ, നിങ്ങൾ ആ വീഡിയോയിൽ ആ വീഡിയോന്റെ ക്യാപ്ഷനിൽ ആള് കൊടുത്തിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നേരെ മുന്നിലുള്ള ആ വീഡിയോയിൽ കാണുന്ന ആ പെൺകുട്ടി ആയിരിക്കണം മോളെ നീ ആണ് എന്നുണ്ടെങ്കിൽ, ഒരാളുടെ ജീവനാണ് ഇവിടെ പൊലിഞ്ഞു പോയിട്ടുള്ളത്. മോളോട് അങ്ങനെ ആ ഒരു വ്യക്തി മോശമായിട്ട് പെരുമാറിയതായിട്ട് ഞാനൊരു സ്ത്രീയാണ്, എന്റെ ദേഹത്തൊരാള് ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഒരു ലൈംഗിക ചൊവ്വയോടുകൂടി തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കുണ്ട്. അത്ര മെച്ചുവേർഡാണ് ഞാൻ. മനസ്സിലായില്ലേ? എനിക്ക് തോന്നുന്നു മെച്ചുവേർഡ് ആയിട്ടുള്ള കുറച്ചൊക്കെ ബുദ്ധി ഉദിച്ചിട്ടുള്ള സ്ത്രീകൾക്ക് കുഞ്ഞു കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് ചിലപ്പം ബാഡ് ടച്ചും ഗുഡ് ടച്ചും മനസ്സിലാവണമെന്നില്ല. ഈ ഷിംജിതയായാലും ഷിംജിതയുടെ അടുത്ത് നിൽക്കുന്ന കുട്ടിയാണ് ഇദ്ദേഹം മോശമായിട്ട് പെരുമാറിയതെങ്കിൽ രണ്ടുപേർക്കും അത്യാവശ്യം ബാഡ് ടച്ചും ഗുഡ് ടച്ചും മനസ്സിലാക്കാനുള്ള പ്രായവും പക്വതയും ആയിട്ടുണ്ട് എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അപ്പൊ എന്റെ ദേഹത്ത് ഒരാൾ അങ്ങനെ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കുണ്ട്. അപ്പം ഈ പറയുന്നത് പോലെ ആ മോളോടാണ് ഞാൻ പറയുന്നത്, ഒരു കുടുംബത്തിൽ ഒരു അച്ഛനില്ല, ഒരു മോന്, ഒരു കുഞ്ഞുണ്ട്. ഈ ദീപക് എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിന് അച്ഛനില്ലാണ്ടായി. ആ പറയുന്ന ഇവരുടെ ഭാര്യയ്ക്ക് ഒരു ഭർത്താവ് ഇല്ലാണ്ടായി, ഒരു തുണയില്ലാണ്ടായി. മോളോടാണ് ഞാൻ പറയുന്നത്, മോക്ക് അങ്ങനെ ഈ വ്യക്തി വളരെ മോശമായിട്ട് മോളോട് പെരുമാറി എന്ന് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓൾറെഡി മോളുടെ ഫേസും വന്നു കഴിഞ്ഞു. ഈ പറയുന്ന ഈ ഷിംജിത ഇട്ട വീഡിയോന്റെ അകത്ത് തൊട്ടിപ്പുറത്തുള്ള കുട്ടീനോട് മോശമായിട്ട് പെരുമാറിയത് കൊണ്ട് ധീരവനിത വീഡിയോ എടുത്തതാണെന്നാണ് ധീരവനിത പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മോള് ദയവ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ വരാൻ പറ്റില്ലെങ്കിൽ എന്നോടെങ്കിലും ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് പുറത്തുവിടാൻ റെഡിയാണ്. മോളോട് അങ്ങനെ ഈ ഒരു വ്യക്തി മോശമായിട്ട് പെരുമാറിയത് കണ്ടിട്ടാണോ ഝാൻസി റാണി ഇങ്ങനൊരു വീഡിയോ എടുത്തേ എന്നുള്ളത്? ഝാൻസി റാണി ആവാൻ നോക്കിയതാണല്ലോ ആ ഒരു വ്യക്തി മരിക്കാനുള്ള കാരണം. ആ ഒരു വീഡിയോക്ക് അത്രയും നെഗറ്റീവ് വന്നപ്പോ ഇതിനകത്ത് ഇവൾ ഇങ്ങനെ നിന്നെടുത്തുനിന്ന് ഇങ്ങനെ തിരിഞ്ഞ്, അതായത് ബ്രസ്റ്റിന്റെ ഒരു സൈഡിലേക്ക് ആ വ്യക്തിയുടെ കൈ പതിയുന്നത് പോലെ, മാക്സിമം ആ കൈ ഒന്ന് പതിയുന്നത് പോലെ നിന്ന് കൊടുക്കുകയും ചെയ്തിട്ട്, മനസ്സിലായില്ലേ? ഭയങ്കര ഹാപ്പി ആയിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അതൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അൺകംഫർട്ടബിൾ ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മനുഷ്യ സഹജമായിട്ടുള്ള കാര്യമാണ്, നമ്മളെ ഫേസിൽ എക്സ്പ്രഷൻസ് വരും എന്നുള്ളത്. ഇത് കരുതി കൂട്ടി മനഃപൂർവ്വം ഒന്ന് വൈറലായേക്കാം, അത് തന്നെയാണ് ഉദ്ദേശം.
കാരണം നിന്നെ അല്ല അവർ തൊട്ടത്, ഏനല്ല. ഇപ്പം ബാക്കിലിരിക്കുന്ന പെൺകുട്ടി നിങ്ങളോട് പറഞ്ഞോ, ചേച്ചി എന്നെ അവര് അങ്ങനെ തൊടുന്നുണ്ട്, എനിക്ക് ബുദ്ധിമുട്ടാണ്, എന്നാ പിന്നെ എന്നെയും കൂടി അങ്ങ് എന്നെ അങ്ങ് ഒന്ന് വരസങ്ങോട്ട്. അതായിരുന്നു ഷിംജിതയുടെ ഉദ്ദേശം. ആയിരുന്നിരിക്കാം. അത് ആ വീഡിയോ കണ്ട എല്ലാവർക്കും മനസ്സിലായിട്ടുമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. ആ വീഡിയോ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ മനുഷ്യൻ ജോലി എങ്ങാൻ കഴിഞ്ഞ് പോവുകയാണ്. മനസ്സിലായില്ലേ? നമുക്ക് അതിലെ എക്സ്പ്ലനേഷനിലേക്ക് വരുന്നതിന് മുന്നേ ഇത്രയും നെഗറ്റീവ് കിട്ടിയപ്പോ നമ്മുടെ പിന്നെ ഷിംജിത റാണിക്ക് ഇത്രയും നെഗറ്റീവ് കിട്ടിയപ്പോ ആ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് മുക്കി. ഫേസ്ബുക്കിലുണ്ട് എന്നാണ് കേട്ടിട്ടുള്ളത്. ഞാൻ സെർച്ച് ചെയ്യാൻ വേണ്ടി പോയിട്ടില്ലായിരുന്നു. ഷിംജിത ഒരു എക്സ്പ്ലനേഷനുമായിട്ട് വന്നിട്ടുണ്ട്, കുറച്ച് സൈക്കോളജിക്കൽ ഫാക്ട്സുമായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ആ സൈക്കോളജിക്കൽ ഫാക്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് കേൾക്കാം. ഷിംജിത എവിടെയാണ് ഇപ്പം? ഷിംജിത വീട്ടിൽ തന്നെ ഉണ്ടോ? സന്തോഷമായിട്ട് ഇരിക്കുന്നില്ലേ ഷിംജിത? വാപ്പ ജീവിച്ചിരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ വാപ്പാന്റെ കൂടെ. ഷിംജിത ഇന്ന് രാത്രി ഷിംജിത വാപ്പാന്റെ കൂടെയാണ് ഭക്ഷണം കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ദീപക് എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു മകനോ മകളോ ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിക്ക് അങ്ങനെ ഒരു അവസരമില്ല. നന്നായിട്ട് ഭക്ഷണം കഴിക്കണം കേട്ടോ. വാപ്പാന്റെ കൂടെ ഇരുന്നിട്ട് തന്നെ ഇന്ന് ഭക്ഷണം കഴിക്കണം. എന്നാലേ ഷിംജിതക്ക് കുറച്ചെങ്കിലും ഷിംജിതന്റെ വാപ്പ ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ. മോള് കാരണം ഒരു കുട്ടിക്ക് അച്ഛനില്ലാണ്ടായിട്ടുണ്ട്. നിങ്ങളൊരു പിതാവാണ്. എക്സ്പ്ലനേഷൻ കേൾക്കാം നമുക്ക് എന്തായാലും. പിന്നെ ഇതൊരു വ്യൂസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല കേട്ടോ, ഒരു ഗുരുതരമായിട്ടുള്ള മാനസിക സാമൂഹിക പ്രശ്നത്തിൻ്റെ വിശദീകരണമാണ്. ഇന്നലെ ഞാനൊരു പബ്ലിക് ബസ്സിൽ നിന്നുള്ളൊരു വീഡിയോ ഷെയർ ചെയ്ത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ മനഃപൂർവ്വം എൻ്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ. അതൊരു ആക്സിഡൻ്റ് അല്ല, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും അല്ല. ഇത് മേജർ സൈക്കോളജിക്കൽ ഇഷ്യൂവും സെക്ഷൽ ബൗണ്ടറി വയലേഷനുമാണ്. അതായത് കൺസെൻ്റ് ഇല്ലാതെ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ തൊടാൻ ആർക്കാ അവകാശമുള്ളത്? ശരിക്കിത് കാണിക്കുന്നത് എന്താണെന്നറിയോ? അയാൾക്ക് അയാളുടെ ഇമ്പൾസ് കൺട്രോൾ ചെയ്യാനുള്ള ശേഷിയില്ല, മറ്റുള്ള മനുഷ്യന്മാരോടുള്ള എമ്പതി ഇല്ല. ഇതിനൊക്കെ അപ്പുറത്ത് ആരും എന്നെ ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു മറ്റേടത്തെ വിചാരമില്ലേ, അതും കൊണ്ടാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഫസ്റ്റ് എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിക്കുള്ള ഡിസ്റ്റർബൻസ് കണ്ടിട്ട് എൻ്റെ ഫോണിൽ വീഡിയോ ഓണാക്കി ഇങ്ങനെ പിടിച്ചു. ഈ വീഡിയോ ഓണാക്കിയത് അയാൾ കണ്ടിട്ടുണ്ട്. അയാളത് കണ്ടുകൊണ്ടിരിക്കെ തന്നെ അയാൾ കുറച്ച് നേരം അങ്ങനെ നിന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാളത് പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്? വീഡിയോ എടുത്താലും എനിക്ക് പ്രശ്നമില്ല, എങ്ങനെയായാലും പ്രശ്നമില്ല, ഞാൻ ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത്. ഇത് കാണിക്കുന്നത് ഇയാളിതൊരു പാറ്റേണായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ബിഹേവിയറിൽ നല്ല ഇതിന്റെ കഥാപ്രസംഗം കുറെ നേരം കേട്ട് നിൽക്കാനുള്ള താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്തത്. ഈ പറഞ്ഞ പോലെ ഈ ഒരു വ്യക്തി അതിന് ആ ഒരു വോയിസും കൂടി നമുക്ക് കേൾക്കാം. പുള്ളി നമ്മുടെ ഷോപ്പിലെ ഡിസ്ട്രിബ്യൂട്ടർ, വീട് കോഴിക്കോടാണ്. അപ്പോൾ 4 ദിവസം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. പുള്ളി അങ്ങനെ ഭയങ്കര സൈലന്റ് ആയിട്ടുള്ളതാണ്. അങ്ങനെ ഇതിനകത്ത് പോയി നിൽക്കും. ഇന്നലെ വിളിച്ച് പറഞ്ഞായിരുന്നു പോലീസ് പോയി കംപ്ലൈന്റ് ചെയ്യാനൊക്കെ. അപ്പോൾ പുള്ളി സംസാരിച്ചില്ല, പുള്ളി ആകെ ഡൗൺ ആയിരിക്കും. മനസ്സിലായില്ലേ? ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞ് പിന്നെ ടയേർഡായിട്ട് വീട്ടിലേക്ക് പോകുന്നതാണ്. കയ്യിലുള്ള ബാഗും കൂടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു കയ്യിൽ നമ്മുടെ 2 സൈഡ് ഇടുന്ന ബാഗും അല്ല, ഒരു കയ്യിൽ ബാഗ് ഹോൾഡ് ചെയ്തിട്ടാണ് ആള് മറ്റേ കൈ സീറ്റ് പിടിച്ചിട്ടുള്ളത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഷിംജിതന്റെ അടുത്താണ്. ശരിയാണ് നീ പറഞ്ഞത്, ഒരാളുടെ കൺസേൺ ഇല്ലാണ്ട് ഒരാളുടെയും ദേഹത്ത് തൊടാൻ പാടില്ല. അതത്ര തിരക്കുള്ള ബസ്സാണെങ്കിലും നമ്മൾ മുട്ടാൻ പാടില്ല. നിന്റെ തല അതിന് ഇപ്പുറത്തുള്ള ചേട്ടന്റെ കയ്യിൽ മുട്ടുന്നുണ്ടല്ലോ, ആളുടെ ദേഹത്ത് നീ മുട്ടുന്നുണ്ടല്ലോ. ആ ചേട്ടൻ ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വീഡിയോ എടുത്തിടണം. ഷിംജിത നിങ്ങളോട് മോശമായിട്ട് പെരുമാറി, ഷിംജിതയുടെ തല കൊണ്ട് പിന്നെ ഷിംജിതയുടെ ഉള്ളിലുള്ള ആ ഒരു ലൈംഗിക ആസക്തി സഹിക്കാൻ പറ്റാതെ തല വെച്ചിട്ട് നിങ്ങളുടെ കൈകളിൽ ഒന്ന് തലോടി എന്നുള്ളത് അതെന്തിനാ നീ ചെയ്തത്? കൺസേൺ ഉണ്ടായിട്ടാണോ? ആ പച്ച ഡ്രസ് ഇട്ട ചേട്ടൻ നിന്നോട് പറഞ്ഞോ എന്റെ കയ്യിലൊന്ന് തല കൊണ്ടൊന്ന് ഉരുമ്മിത്താ എന്നുള്ളത് പറഞ്ഞോ നിന്റെ അടുത്ത്, ഷിംജിതേന്റെ അടുത്ത്? ആ വീഡിയോ കണ്ട ഏതൊരു വ്യക്തിക്കും മനസ്സിലാവും ഷിംജിത എന്താണ് ഏതാണെന്നൊക്കെ ഉള്ളത്. പിന്നെ ഇവള് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവള് വീഡിയോ എടുത്തപ്പോ ആൾക്ക് പ്രശ്നമൊന്നുമില്ല. ഇല്ല, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ ഒരാളുടെ ദേഹത്ത്, അത്രയും തിരക്കുള്ള ബസ്സാണ്, എന്റെ കയ്യിൽ ബാഗ് ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ എന്റെ കംഫർട്ട് സോണിൽ നിൽക്കുന്നുണ്ട്, ഞാൻ വേറൊരാളെയും വേറൊരു രീതിയിൽ തൊടുന്നുമില്ല നോക്കുന്നുമില്ല എന്നുള്ളൊരു ഉറപ്പ് എനിക്കുണ്ട് എന്നുണ്ടെങ്കിൽ എന്റെ വീഡിയോ ഒരാളെന്നല്ല 1000 പേരെടുത്തു കഴിഞ്ഞാലും ഞാൻ പേടിക്കേണ്ട കാര്യമോ ഞാൻ വീഡിയോയിൽ നിന്ന് മാറി നിൽക്കേണ്ട കാര്യമോ എനിക്കില്ല. മനസ്സിലായില്ല? ഞാൻ അങ്ങനെ തന്നെ നിൽക്കും. ചിലപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കും, ഇങ്ങനെയൊക്കെ കാണിക്കും ഞാൻ. എന്റെ ഭാഗത്ത് തെറ്റില്ല. അതുകൊണ്ടാണ് അദ്ദേഹം മാറാത്തത്. നീ ഇപ്പൊ പറഞ്ഞല്ലോ നിന്റെ വീഡിയോ എടുത്തു കഴിഞ്ഞാലും അയാൾക്ക് ഒരു ചുക്കും ഇല്ല എന്നാണ് അയാൾ വിചാരിച്ചെന്നുള്ളത്.
ചിലപ്പം ഈ പറയുന്ന മനുഷ്യൻ മനസ്സിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. ഇപ്പൊ കുട്ടികൾ ബസ്സിലൊക്കെ റീൽസും, കാരണം ആള് അത്യാവശ്യം എനിക്കൊന്ന് 10-35 വയസ്സുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പോഴത്തെ കുട്ടികൾ റീൽസും കാര്യങ്ങളൊക്കെ ബസ്സിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്ന ആളാണ്. വല്ല റീൽസും നീ ഷൂട്ട് ചെയ്യുന്നതാണ്, എന്നാ പിന്നെ കുഴപ്പമൊന്നുമില്ല, ഞാനൊരു റീലിൽ വന്നാൽ അങ്ങ് വരട്ടെ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ചിലപ്പോ ഈ മനുഷ്യൻ അങ്ങനെയൊക്കെ ചിന്തിച്ചു നിന്നതും ആവാം. മനസ്സിലായില്ലേ? പിന്നെ നീ അങ്ങോട്ട് പോയി ഉരുമി 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 നിൽക്കുമ്പോ ആ മനുഷ്യനെ ഒന്നും തോന്നിയിട്ടുണ്ടായിരുന്നു നിന്റെ അടുത്ത്. തിരക്കുള്ള ബസ്സാണ്, അത് മനസ്സിലാക്കാനുള്ള പക്വത ഉള്ള ഒരു വ്യക്തി ആയിരുന്നിരിക്കാം അത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ആ പക്വത ആൾ ഇതിൽ കാണിച്ചില്ല എന്നുള്ളതാണ്. അത്രയും പേര് ആളെ വിളിച്ചു പറഞ്ഞു നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, നമുക്ക് പോലീസ് കംപ്ലൈന്റ് ചെയ്യാം. ചില ആൾക്കാർ അങ്ങനെയാണ്. അവർക്ക് അവരുടെ ഡിഗ്നിറ്റി എന്ന് പറയുന്നത്, സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്നത്, സമൂഹത്തിൽ ഇറങ്ങി നടക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. മനസ്സിലായില്ലേ? അങ്ങനെ വരുന്ന സമയത്താണ് ഈ പറയുന്ന രീതിയിലുള്ള ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്നത്. പിന്നെ ഞാൻ പറയട്ടെ, പിന്നെ ഞാൻ ഇതിന്റെ ഈ ആള് മരിച്ചതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോന്റെ താഴത്ത് വന്നിട്ടുള്ള ഒരു കമന്റിൽ ശ്രദ്ധിച്ചതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളുടെ കമന്റ് ആണ്, അവൻ ചെയ്ത് തെറ്റായത് കൊണ്ടാണ് അവൻ ആത്മഹത്യ ചെയ്തത്. ഒരിക്കലുമല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ആദ്യം ആ സവാദ് എന്നല്ല അവന്റെ പേര്, അവൻ ആത്മഹത്യ ചെയ്യണം. ഇതുപോലെ ചെയ്തിട്ടുള്ള ആൾക്കാർ ഒന്നെങ്കിൽ അവർ വീഡിയോ ഒന്ന് ഓടി രക്ഷപ്പെടും, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ക്രെഡിറ്റ് ആയിട്ട് എടുക്കും. ആത്മഹത്യ ചെയ്യില്ല തെറ്റ് ചെയ്തവര് ഒരിക്കലും. മനസ്സിലായില്ലേ? ഈ വ്യക്തി പിന്നെ ഈ പറയുന്നത് പോലെ പിന്നെ ഈ ഷിംജിതയുടെ പ്രായം എനിക്കറിയില്ല, ആൾക്കും ഒരു കുട്ടി ഉള്ളതാണ്. ഒരിക്കലും മനസ്സിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല കുടുംബത്തിൽ ഇറങ്ങി നടക്കണം, സമൂഹത്തിലേണി ഇറങ്ങി നടക്കണം, എന്റെ ഭാഗം ആൾക്കാർ വിശ്വസിക്കുവോ, കാരണം വീഡിയോ ഇട്ടത് ഒരു സ്ത്രീയാണ്, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാവാം ആ പാവം ജീവിതം അവസാനിപ്പിച്ചത്. എനിക്ക് എന്ത് കിട്ടിയതില്ലേ? ഷിംജിതയോടാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ പറയട്ടെ, ഞാൻ ഇനി ഞാൻ പറയുകയാണ്, നിങ്ങൾ ഈ പിന്നെ ബസ്സിലോ ട്രെയിനിലോ ഇനി നോർമലി ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണെങ്കിൽ പോലും നിങ്ങളുടെ ദേഹത്ത് നിങ്ങളുടെ അനുവാദമില്ലാതെ ഈ പറയുന്നത് പോലെ ഭയങ്കര വൃത്തികെട്ട രീതിയിൽ തൊടുകയാണ് എന്നുണ്ടെങ്കിൽ ആദ്യം പ്രതികരിക്കുക. റീൽ ഷൂട്ട് പിന്നെ ഒന്നെങ്കിൽ നിങ്ങൾ പ്രതികരിക്കുന്ന വീഡിയോ എടുക്കുക. മനസ്സിലായില്ലേ? നിങ്ങൾ പ്രതികരിക്കുന്ന വീഡിയോ എടുത്തിട്ട് അതും കൂടെ ദയവ് ചെയ്തിട്ട് ഇതിന്റെ കൂടെ വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അതല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഷിംജിത പറഞ്ഞുല്ലോ, അടുത്ത് നിൽക്കുന്ന പെൺകുട്ടിക്ക് മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായത് കൊണ്ടാണ് ഷിംജിത കയറി ഇടപെട്ട് പിന്നെ ജാൻസി റാണി ആയത് എന്നുള്ളത്. ആ കുട്ടിയുടെ അഭിപ്രായങ്ങള് ഷിംജിത റെക്കോർഡ് ചെയ്തായിരുന്നോ? ആ കുട്ടിയുടെ പിന്നെ ഭാഗത്തുള്ള എക്സ്പ്ലനേഷൻസും കാര്യങ്ങളൊക്കെ ഷിംജിത റെക്കോർഡ് ചെയ്തോ? അല്ലെങ്കിൽ ആ കുട്ടിയെ കൊണ്ട് സംസാരിപ്പിച്ചോ ഇങ്ങനെയാണ് എന്നുള്ളത്? ആ റീല് അതും കൂടെ മൂക്ക് വെക്കായിരുന്നല്ലോ ഷിംജിതേ, എന്തുകൊണ്ട് വെച്ചില്ല? അങ്ങനെ ഒരു സംഭവമേ അവിടെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഷിംജിതക്ക് അത് വെക്കാൻ പറ്റാണ്ടിരുന്നത്, അല്ലേ? അതല്ലേ അതിന്റെ സത്യം? അതാണ് അതിന്റെ സത്യം. എന്തു തന്നെയായാലും നിന്റെ റീൽസ് ചിത്രീകരണം, വൈറലാവാനുള്ള നിന്റെ ശ്രമം എല്ലാം ഭംഗിയായിട്ട് അവസാനിച്ചിട്ടുണ്ട്. നീ പറഞ്ഞല്ലോ ഈ വ്യക്തിക്ക് പിന്നെ ആളുടെ ഫീലിങ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്, ആൾ അതുകൊണ്ടാണ് ഇങ്ങനെയാണ്, ചക്കയാണ് മാങ്ങയാണ് തേങ്ങയാണ്. ആ ആളില്ല, ഷിംജിതയാണ് ആത്മഹത്യ ചെയ്തു ആള്. ഈ ഭൂമി ഇല്ലെന്നില്ല. എന്ത് കിട്ടി ഷിംജിതക്ക്? സമാധാനമായില്ലേ? സന്തോഷമായില്ലേ? ഞാൻ പറയുകയാണ്, എന്നുള്ള കുട്ടികളുടെ അടുത്താണ് നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യേണ്ട, പ്രൂഫിന് വേണ്ടി നിങ്ങൾ എടുത്ത് വെക്കേണ്ട, നിങ്ങളോട് മോശമായിട്ട് ഒരാൾ പെരുമാറിയാൽ എന്നല്ല. ആദ്യം പ്രതികരിക്കുക. പ്രതികരിക്കുന്ന വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ ഷൂട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് എന്താണ് ഉണ്ടായത് എന്ന് പറയാ. ആളുടെ ഫേസ് കാണിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ആള് ചെയ്ത് തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% ഉറപ്പുണ്ടെങ്കിൽ മാത്രം മക്കളെ. ഇനി ഇതുപോലെയുള്ള ആൺകുട്ടികളോടാണ് പെൺകുട്ടികളോടാണെന്നുണ്ടെങ്കിൽ ആരോടാണെന്നുണ്ടെങ്കിലും നിങ്ങളോട് ഇതുപോലെ മോശമായിട്ട് പെരുമാറി എന്ന് നിങ്ങൾക്ക് 100% ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഇതുപോലെയുള്ള പരിപാടിക്ക് ഇറങ്ങിത്തിരിക്കുക. അങ്ങനെ ഈ പറഞ്ഞ പോലെ നിങ്ങളോട് മോശമായിട്ട് പെരുമാറി നിങ്ങളുടെ ദേഹത്ത് എവിടെയെങ്കിലും അനാവശ്യമായിട്ട് തൊട്ടു പിടിച്ചു എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഫേസ് ഇടുന്നതിനോ അല്ലെങ്കിൽ അവർക്ക് എന്ത് സംഭവിച്ചാലും വിഷയമുള്ള കാര്യമല്ല. പക്ഷേ ഇതുപോലെ ഒന്നും അറിയാത്ത ആൾക്കാരെ, ഒന്നും ചെയ്യാത്ത ആൾക്കാരെ ദയവ് ചെയ്തിട്ട് നിങ്ങൾ മരണത്തിലേക്ക് വിട്ടുകൊടുക്കരുത്. ഒരു കുടുംബമാണ് ഇന്ന് അനാഥമായത്. ഇതുപോലുള്ള റീൽസ് അല്ലെങ്കിൽ ഇതുപോലുള്ള വൈറൽ ആവാനുള്ള ശ്രമങ്ങൾ ഒന്നും കിട്ടില്ല നിങ്ങൾക്ക്. ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഈ പറയുന്നത് പോലെ 4 ആൾ നിങ്ങളുടെ വീഡിയോ കണ്ടു എന്ന് വെച്ചുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്ത് കിട്ടാൻ? എന്താണ് നിങ്ങൾക്ക് കിട്ടുന്നത്? ഞാനൊരു കാര്യം പറയട്ടെ, പലരും ഞാനടക്കമുള്ള ആൾക്കാർ പല വീഡിയോസ് ചെയ്യുന്ന കാര്യം പറയുന്ന ഒരു കാര്യമാണ് റീച്ച് എന്നുള്ളൊരു സാധനം. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളെ 4 ആൾ അറിഞ്ഞു, അല്ലെങ്കിൽ എന്റെ വീഡിയോ 4 ആൾ കണ്ടു, അല്ലെങ്കിൽ ഒരു 10 ലക്ഷം ആൾക്കാർ കണ്ടു, അല്ലെങ്കിൽ ഒരു 10 ആൾക്കാർ കണ്ടു, അതിൽ നമുക്ക് എന്താ കിട്ടാനുള്ളത്? നിങ്ങൾ യൂട്യൂബിലൊക്കെയാണ് ഇടുന്നത് എന്നുണ്ടെങ്കിൽ അത് കുറച്ച് ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ ഒരു വീഡിയോയിലും നിങ്ങൾക്ക് പൈസ കിട്ടുമൊന്നുമില്ല.
കാരണം യൂട്യൂബിൽ ഏകദേശം ഒരു 3 വർഷം 4 വർഷമായിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ്. അങ്ങനെ പൈസ ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ ഈ ഷിംജിതനെ പോലുള്ള ആൾക്കാര് ദിവസവും ഡെയിലി ഒരു 4 വർഷത്തോളം കാലം ഇങ്ങനെ ബസ് കയറി കണ്ടവന് ഒരസി കൊടുക്കേണ്ടി വരും. അതല്ലാണ്ട് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല പണിയുണ്ട്. ആദ്യം തന്നെ യൂട്യൂബ് കയറി അങ്ങ് പൈസ കൊടുക്കുമൊന്നുമില്ല, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾക്കിപ്പോ റീച്ചിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഇമാതിരി പരിപാടിക്ക് നിൽക്കരുത്. 4 ആൾ നമ്മളെ അറിഞ്ഞതുകൊണ്ട് ഒന്നും കിട്ടാൻ വേണ്ടി പോകുന്നില്ല. ആദ്യം തന്നെ അത് മനസ്സിലാക്കുക. ഇനി ഇതുപോലെയുള്ള റീച്ചിന് വേണ്ടിയിട്ട് എന്നെ 4 ആൾ അറിയട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരാളുടെ ജീവിതം വെച്ച് കളിക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാവരോടും കൂടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഒന്നുമില്ല, ഒരു കാര്യവുമില്ല. ഒരാളുടെ ജീവിതം, ഒരു കുടുംബം ഇല്ലാണ്ടാവുക എന്നല്ലാണ്ട് വേറെ ഒന്നും അതിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല. ദയവ് ചെയ്തിട്ട് എല്ലാവരോടും കൂടിയിട്ടുള്ള റിക്വസ്റ്റ് ആണ്, നിങ്ങളുടെ ഒരു 2 ദിവസത്തെ ഹൈപ്പിന് വേണ്ടിയിട്ടാണ്, നിങ്ങളെ 2 ദിവസത്തെ ആൾക്കാർ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ ജീവിതം വെച്ച് കളിക്കരുത്. ദയവ് ചെയ്തിട്ട് ഇറ്റ്സ് എ റിക്വസ്റ്റ്. ഷിംജിതേനോടാണ്. ഞാൻ ഓൾറെഡി ഷിംജിതേന്റെ വീഡിയോയിൽ ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാത്തിനും സൈക്കോളജിക്കൽ ഫാക്ട്സും വിശദീകരണങ്ങളും കൊണ്ടുവരുന്ന ഷിംജിതയല്ലേ, ഇതിനോട് വിശദീകരണം എന്താ? നീ ഇട്ട ആ വീഡിയോ കാരണം മനം നൊന്ത് താൻ ചെയ്തൊന്നും തെറ്റല്ലെന്ന് സമൂഹം അംഗീകരിക്കുമോ? തന്നെ ഇനി ഏത് കണ്ണോടുകൂടി സമൂഹം നോക്കിക്കാണും? താൻ ഇനി എങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങും? തന്റെ മകനാണോ മകളാണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. തന്റെ കുട്ടി, തന്റെ ഭാര്യ വിശ്വസിക്കുന്നു തന്റെ മുഖത്ത് നോക്കി പറഞ്ഞു കഴിഞ്ഞാലും ഉള്ളിലത് ഉണ്ടാവുമോ? എങ്ങനെ താൻ തന്റെ അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ മുഖത്ത് എങ്ങനെ നോക്കും? ഇനി നാളെ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു പരിപാടിക്ക് എങ്ങനെ പോകും? ഇതൊക്കെ ആളുടെ മനസ്സിൽ വന്നു പോയിട്ടുണ്ടാവാം. 100% തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, തെറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് ആളങ്ങനെ ചെയ്തത്. എന്തായാലും ദീപക് എന്ന് പറയുന്ന ആൾക്ക് ആദരാഞ്ജലികൾ. വേറെ ഒന്നും ഈ ഒരു വിഷയത്തിൽ പറയാനില്ല.